താൻ ദൈവത്തെ സ്നേഹിക്കുമെന്ന് പറയുകയും അതേസമയം സഹോദരനെ ദേഷിക്കുകയും ചെയ്യുന്നവൻ അസത്യമത്രേ പറയുന്നത്. ദൃശ്യനായ സഹോദരനെ സ്നേഹിക്കാത്തവന് അദൃശ്യനായ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നത് എങ്ങനെ? 1 യോഹന്നാൻ 4:20. ഈശോ വിളിച്ച സമയം തന്നെ തങ്ങളുടെ സ്വന്തമായവയെല്ലാം ഉപേക്ഷിച്ച് കൂടെ കൂടിയവരാണ് അപ്പോസ്തലന്മാർ. സംശയം ഉന്നയിച്ചില്ല, ഭാവിയെക്കുറിച്ച് ആലോചിച്ചില്ല, നഷ്ടങ്ങളെ കണക്കാക്കിയില്ല, തങ്ങൾക്കിതിന് കഴിയുമോ എന്ന് വീണ്ടും വിചാരം നടത്തിയില്ല. അവർ ഈശോയോടൊപ്പം ചേർന്നു. ഇന്ന് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ വെളിയും ദൗത്യവുമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ആധ്യാത്മിക സ്നേഹത്തിൽ എരിയുന്നവർ ഭൂമിയിൽ അമൂല്യമായവരെ ശൂന്യമായി ഗണിക്കുന്നു. യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ ജ്വലിക്കുന്നവർക്ക് ഈ ഭാഷ മനസ്സിലാവുകയുള്ളൂ. ഈശോയോടുള്ള സ്നേഹത്തിൽ ജ്വലിക്കുന്നവരാണ് അപ്പോസ്തലന്മാർ. ഈശോയ്ക്ക് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിച്ചവർ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായാണ് അതിൽ പ്രധാനിയും. ഈശോ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ശിഷ്യനാണ് യോഹന്നാൻ ശ്ലീഹ. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷവും ലേഖനവും വെളിപാടും വളരെ ശ്രദ്ധേയമാണ്. ആത്മീക സുവിശേഷം എന്നാണ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷത്തെ വിളിക്കാറുള്ളത്. യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് തൻ്റെ സുവിശേഷവും ലേഖനവും എഴുതി. ദൈവം സ്നേഹമാകുന്നു, സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും വസിക്കുന്നു. 1 യോഹന്നാൻ 4:8. സ്നേഹിക്കുക എന്നതിനേക്കാൾ കവിഞ്ഞ് മറ്റൊന്നും ചെയ്യാനില്ല. സ്നേഹിക്കാം നമുക്കും അതിരുകളില്ലാതെ, ദൈവത്തെയും മനുഷ്യരെയും. അതായിരിക്കട്ടെ നമ്മുടെ പ്രധാന കടമയും ദൗത്യവും. അതിനുള്ള വിളിക്കായി നമുക്ക് കാതോർക്കാം, പ്രായോഗികമാകാം. നന്ദി.